ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് 6 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 100 ഭഗവാന്റെ കേശാദിപാദവർണ്ണനം. ശ്ലോകം 6. ഉത്സർപ്പത്കൗസ്തുഭശ്രീതതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രദാനം നാനാവർണപ്രസൂനാവലി കിസലയിനീം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാമുരസി തവ തഥാ ഭാവയേ രത്നമാലാം. വാക്കുകളുടെ അർത്ഥം നോക്കാം. ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭി. കൗസ്തുഭരത്നത്തിൻ്റെ ശോഭ വ്യാപിച്ചു. അരുണിതം ചുവന്നതും കോമളം മൃദുവുമായ കണ്ഠദേശം കഴുത്തിനെയും ശ്രീവത്സരമ്യം ശ്രീവത്സം കൊണ്ട് മനോരമ്യവും തരളതരസമുദ്ദീപ്രഹാരപ്രദാനം നന്നായി ഇളകുന്നതും പ്രകാശിക്കുന്നതും മുത്തുമാല അണിഞ്ഞിരിക്കുന്നതുമായ വക്ഷ മാറിടത്തെയും നാനാവർണപ്രസൂനാവലി കിസലയിനീം പല നിറങ്ങളുള്ള പൂക്കൾ കൊണ്ടും തളിരുകൾ കൊണ്ടും നിർമ്മിച്ചതും വിലോലല്ലോലംബാം ഇളകിപ്പറക്കുന്ന വണ്ടുകളോടു കൂടിയതും ഉരസി മാറിൽ ലംബമാനാം തൂങ്ങിക്കിടക്കുന്നതുമായ വന്യമാലാം വനമാലയെയും തഥാ അപ്രകാരം തവ അങ്ങയുടെ രത്നമാലാം രത്നമാലയെയും ഭാവയെ ഞാൻ ഭാവന ചെയ്യുന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഉത്സർപ്പത് കൗസ്തുഭശ്രീ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തതിഭിർ ഭി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. അരുണിതം കോമളം കണ്ഠദേശം ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വക്ഷശ്രീവത്സരമ്യം വക്ഷശ്രീ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. രമ്യം തരളതര സമുദ്ദീപ്ര ഹാരപ്രദാനം നാനാവർണ പ്രസൂനാവലി കിസലയിനീം വന്യമാലാം വിലോലത് ലോലംബാം ലംബമാനാം ഉരസി തവ തഥാ ഭാവയേ രത്നമാലാം. തഥ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ ഭാവയേ എന്നുള്ളതിൻ്റെ ഭാന്നും ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രദാനം നാനാവർണപ്രസൂനാവലി കിസലയിനീം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാമുരസി തവ തഥാ ഭാവയേ രത്നമാലാം. 7ാമത്തെ ശ്ലോകം. അംഗേ പഞ്ചാംഗരാഗൈരതിശയവികസത് സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിദതിമപി കൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാശ്മന്യസ്തതപ്തോജ്വലകനകനിഭം പീതചേലം ദധാനം ധ്യായാമോദീപ്രരശ്മിസ്ഫുടമണിരശനാ കിങ്കിണീ മണ്ഡിതം ത്വാം. വാക്കുകളുടെ അർത്ഥം. അംഗേ ശരീരത്തിൽ, പഞ്ചാംഗരാഗൈ ഗോരോചനം, ഹരിചന്ദനം, കുങ്കുമം, കുന്തിരിക്കം, കസ്തൂരി തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ കുറിക്കൂട്ടുകൊണ്ട് അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം അത്ഭുതകരമായി വളർന്ന സുഗന്ധത്താൽ ആകർഷിക്കപ്പെടുന്ന ആളുകളോടു കൂടിയവനും
ലീനാനേകത്രിലോകീവിതതിം അപി. ഉള്ളിൽ ലയിച്ചിരിക്കുന്ന മൂന്നു ലോകത്തോടു കൂടിയവനെങ്കിലും കൃശാം ചടച്ച മധ്യവല്ലീം അരക്കെട്ടിനെ ബിഭ്രതം വഹിക്കുന്നവനും ശക്രാശ്മന്യസ്തതപ്തോജ്വല കനകനിഭം ഇന്ദ്രനീലക്കല്ലു പതിച്ച ചുട്ടുപഴുത്തു ജ്വലിക്കുന്ന കനകത്തിനു തുല്യമായി പീതചേലം മഞ്ഞപ്പട്ടിനെ ദധാനം ധരിച്ചിരിക്കുന്നവനും ദീപ്രരശ്മിസ്ഫുടമണിരശനാകിങ്കിണീമണ്ഡിതം ജ്വലിക്കുന്ന രശ്മി കൊണ്ടു തിളങ്ങുന്ന മണികൾ പതിച്ചിരിക്കുന്ന കിങ്ങിണി കൊണ്ട് തിളങ്ങുന്നവനുമായ ത്വാം അങ്ങയെ ധ്യായാമ ഞാൻ ധ്യാനിക്കുന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. അംഗേ പഞ്ചാംഗ രാഗൈർ അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ലീനാനേക ത്രിലോകീ വിതതിം അപി കൃശാം ബിഭ്രതം. ഭ്ര എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മധ്യവല്ലീം മധ്യ ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ശക്രാശ്മ ന്യസ്ത തപ്തോജ്വല ജ്വല എന്നുള്ളത് 2 ജ എന്നാണ്. കനകനിഭം ഭം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പീതചേലം ദധാനം ദ എന്നുള്ളത് ദയൽത്തെ ധ എന്നുള്ളത് ധനം എന്നുള്ളതിലത്തെ നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ധ്യായാമോ ഇവിടെയും ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദീപ്തരശ്മി സ്ഫുടമണിരശനാ കിങ്കിണി ഒന്നിച്ചിട്ട് ചൊല്ലണം. അത് സ്ഫുട ഭു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. മണ്ഡിതം നാഡ് എന്നാണ്. ത്വാം നീട്ടിയിട്ട് മുർക്കം. അംഗേ പഞ്ചാംഗരാഗൈരതിശയ വികസത് സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീവിതതിമപി കൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാശ്മന്യസ്തതപ്തോജ്വല കനകനിഭം പീതചേലം ദധാനം ധ്യായാമോ ദീപ്രരശ്മിസ്ഫുടമണിരശനാ കിങ്കിണീ മണ്ഡിതം ത്വാം. 8ാമത്തെ ശ്ലോകം. ഊരു ചാരു തവോരു ഖനമസൃണരുചൗ ചിത്തചോരൗ രമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്താന്യസനധൃതസമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയഞ്ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ. അർത്ഥം: തവ അങ്ങയുടെ ചാരു മനോഹരങ്ങളും ഊരു വിസ്താരമുള്ളവയും ഖനമസൃണരുചൗ കനത്തതും മസൃണവുമായ ശോഭയോടു കൂടിയവയും രമായ ലക്ഷ്മീദേവിയുടെ ചിത്തചോരൗ മനസ്സിനെ ആകർഷിക്കുന്നവയും വിശ്വക്ഷോഭം ലോകനാരീജനഹൃദയം ഇളകുമോ എന്നു വിശങ്ക്യ സംശയമുണ്ടായിട്ടെന്ന പോലെ അനിശം എല്ലായ്പ്പോഴും ധ്രുവം തീർച്ചയായും പീതചേലാവൃതാംഗൗ മഞ്ഞപ്പട്ടുകൊണ്ടു ചുറ്റിയ അവയവഭാഗത്തോടു കൂടിയവയുമായ ഊരു 2 തുടകളെയും ആനമ്രാണാം പുരസ്താത് തല കുനിക്കുന്നവർക്ക് മുമ്പിൽ ന്യസനധൃത സമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ന്യാസമായി ധരിച്ചിരിക്കുന്ന 4 പുരുഷാർത്ഥങ്ങളെ ചെപ്പിലിട്ടു വച്ചിരിക്കുന്നത് പോലെയുള്ള ജാനുദ്വയം 2 കാൽമുട്ടുകളെയും ക്രമപൃഥുലമനോജ്ഞേ ക്രമമായി തടിച്ചു മനോഹരങ്ങളായ ജംഘേ ച കണങ്കാലുകളെയും നിഷേവേ ഞാൻ ഭജിക്കുന്നു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. ഊരു, ചാരു, തവോരു, ഖനമസൃണ. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. രുചൗ, ചിത്തചോരൗ, രമായ, വിശ്വക്ഷോഭം. ക്ഷോ എന്നുള്ള അക്ഷരം അതേപോലെ ഭം എന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വിശങ്ക്യ, ധ്രുവം. ധ്രു നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. അനിശം, ഉഭൗ. ഭൗ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പീതചേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്താത്
ന്യസന ധൃത ധൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സമസ്താർത്ഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. പാളി സമുദ്ഗത് ഛായം ഛ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ജാനുദ്വയം ച ക്രമ പൃഥുല ഥു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മനോജ്ഞേ ച ജംഖേ ഖേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നിഷേവേ ഊരു ചാരു തവോരു ഖനമസൃണരുചൗ ചിത്തചോരൗരമായ വിശ്വക്ഷോഭം വിശംക്യ ധ്രുവമനിശമുഖൗ പീതചേലാവൃതാംഗൗ നമ്രാണാം പുരസ്താന്യസനധൃതസമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയഞ്ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഖേ നിഷേവേ. 9ാമത്തെ ശ്ലോകം. മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ ഇത്യാലപന്തം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജന്നഖരഹിമകരജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രീം തതിമനുകലയേ മംഗലാമംഗുലീനാം. അർത്ഥം: പദഭജനം പാദസേവനം, ശ്രേയസ്സുണ്ടാക്കുന്നു, ഇതി എന്നീ പ്രകാരം മഞ്ജുനാഥൈ ശ്രുതിസുഭഗമായ നാദങ്ങൾ കൊണ്ട്, ആലബന്ധം ഇവ പറഞ്ഞറിയിക്കുന്നത് പോലെയിരിക്കുന്ന മഞ്ജീരം ചിലമ്പിനെയും, ഭ്രാന്തിമജ്ജത് പ്രണതജന മനോമന്ദരോദ്ധാരകൂർമ്മം മായാഭ്രാന്തിയാകുന്ന സംസാര ജലസാഗരത്തിൽ മുങ്ങി ഭക്തിപൂർവം ആശ്രയിക്കുന്നവരുടെ മനസ്സാകുന്ന മന്ദരപർവ്വതത്തെ ഉയർത്തുന്ന ആമയായ പാദാഗ്രം പാദങ്ങളുടെ അറ്റത്തെയും, ഉത്തുംഗാതാമ്രരാജൻ നഖരഹിമകരജ്യോത്സ്നയാ ഉയർന്നു ചുവന്നു ശോഭിക്കുന്ന നഖമാകുന്ന ചന്ദ്രിക കൊണ്ട്, ആശ്രിതാനാം ഭക്തന്മാരുടെ, സന്താപധ്വാന്തഹന്ത്രീം സന്താപമാകുന്ന ഇരുട്ടിനെ ഹനിക്കുന്നതും, മംഗലാം മാംഗല്യത്തോടു കൂടിയതുമായ, അങ്കുലീനാം വിരലുകളുടെ, തതിം സമൂഹത്തെ, അനുകലയെ ഞാൻ ധ്യാനിക്കുന്നു. മഞ്ജീരം മഞ്ജുനാഥൈരിവ പദഭജനം ശ്രേയ ഇത്യാലപന്തം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജന്നഖരഹിമകരജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രീം തതിമനുകലയേ മംഗലാമംഗുലീനാം. അടുത്തത് 10ാമത്തെ ശ്ലോകം. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസു മധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. അർത്ഥം: പവനപുരപദേ ഗുരുവായൂരപ്പ, നാഥ കൃഷ്ണ അല്ലയോ ജഗന്നാഥ കൃഷ്ണ, തേ അങ്ങയുടെ പാദമൂലം കാൽച്ചുവടുകൾ, യോഗീന്ദ്രാണാം യോഗിവര്യന്മാർക്ക്, ത്വദംഗേഷു അങ്ങയുടെ അംഗങ്ങളിൽ, അധികസു മധുരം ഏറ്റവും മധുരം, മുക്തിഭാജാം മുക്തിയെ പ്രാപിച്ചവർക്ക്, നിവാസ വാസസ്ഥാനവും, ഭക്താനാം ഭക്തന്മാർക്ക്, കാമവർഷദ്യുതരുകിസലയം അഭീഷ്ടങ്ങൾ വർഷിക്കുന്ന ദേവവൃക്ഷത്തിൻ്റെ തളിരും ആയിരിക്കുന്നു. നിത്യം എന്നും, മേ എൻ്റെ, ചിത്തസ്ഥിതം മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന, തത് അത്,
നിശേഷതാപാൻ ഹൃത്വ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിച്ചു. പരമാനന്ദ സന്തോഹലക്ഷ്മീം പരമാനന്ദമാകുന്ന ഐശ്വര്യത്തെ പ്രതിശതു നൽകിയാലും. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. യോഗീന്ദ്രാണാം ത്വത് അംഗേഷു അധിക ചേർത്ത് ചൊല്ലുമ്പം അംഗേഷു അധിക ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സുമധുരം ധു എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. മുക്തിഭാജാം ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നിവാസോ ഭക്താനാം ഇവിടെയും ഭ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കാമവർഷ ദ്യു തരു കിസലയം നാഥ ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. തേ പാദമൂലം നാഥ അവിടെ നിന്ന് നിർത്താം, ആശ്ചര്യചിഹ്നമുണ്ട്. നിത്യം ചിത്തസ്ഥിതം സ്ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മേ പവനപുരപദേ അവിടെയും ആശ്ചര്യചിഹ്നം. കൃഷ്ണ ആശ്ചര്യചിഹ്നം. കാരുണ്യസിന്ധോ ന്ധോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഹൃത്വ നിശേഷ താപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹ ലക്ഷ്മീം ക്ഷ്മീം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. അടുത്തത് നമുക്ക് നാരായണീയത്തിലെ അവസാനത്തെ ദശകം 100ാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം 11ാമത്തെ ശ്ലോകം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേഥാ സ്തോത്രം ചൈതത്സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യദാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിദമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം. അർത്ഥം: വിശ്വനാഥ, ലോകനാഥ, തേ അങ്ങയുടെ മഹത്വം അജ്ഞാത്വ അറിയാഞ്ഞിട്ട്, ഇഹ ഇവിടെ അതായത് ഈ ലോകത്തിൽ, യത് യാതൊന്ന്, നിഗദിതം പറയപ്പെട്ടുവോ അതു, ക്ഷമേധ അവിടുന്ന് ക്ഷമിക്കണം, സഹസ്രോത്തരം ആയിരത്തിലേറെ, ഏതത് ഇഹ സ്തോത്രം സ്തുതി, അധികതരം വളരെ കൂടുതലായി, ത്വത്പ്രസാദായ അവിടുത്തെ പ്രസാദത്തിനായി, ഭൂയാച്ച ഭവിക്കണം, ദ്വേധ രണ്ടു വിധത്തിൽ, നാരായണീയം നാരായണീയമായിരിക്കുന്ന, ശ്രുതിഷു വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും, ജനുഷ ഉണ്ടാകുന്ന ഭവോത്കർഷണത്താൽ, സ്തുത്യതാ വർണ്ണനേന സ്തുതിക്കുവാൻ കൊള്ളാവുന്നതിൻ്റെ വർണ്ണന കൊണ്ട്, സ്ഫീതം വലുതായ, ഇതം ഈ സ്തോത്രം സ്തുതി, ഇഹ ഇവിടെ, ആയുരാരോഗ്യ സൗഖ്യം ആയുസ്സും ആരോഗ്യവും സുഖവും, കുരുതാം ഉണ്ടാകട്ടെ. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. അജ്ഞാത്വ തേ മഹത്വം യത് ഇഹ നിഗദിതം വിശ്വനാഥ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അവിടെ ആശ്ചര്യചിഹ്നമുണ്ട്. ക്ഷമേധ നീട്ടിയിട്ട് വിസർഗം. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതേപോലെ ഥ എന്നുള്ളതും. സ്തോത്രം ചൈതത് സഹസ്രോത്തരം അധികതരം, ധീ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ത്വത് പ്രസാദായ ഭൂയാത്, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദ്വേധ നാരായണീയം, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ശ്രുതിഷു ച ജനുഷ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ലീലാവതാരൈർ ഇദം ഇഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം, ഖ്യം എന്നുള്ള അക്ഷരം
നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേഥാ സ്തോത്രം ചൈതത്സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിദമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം ആയുരാരോഗ്യസൗഖ്യം ആയുരാരോഗ്യസൗഖ്യം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.